ഇക്വേഷന്റെ വീഡിയോ പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾക്കൊരു ഡയോഡ് ഇക്വേഷൻ, ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഈ ഫിഗർ എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ PN ജംഗ്ഷൻ അറ്റ് forward when the junction is forward biased ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഒരു കാരിയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, ഇതൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ആൻഡ് ദിസ് ഈസ് ദ P സൈഡ് ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ദിസ് ഈസ് N സൈഡ് ഡിപ്ലീഷൻ റീജിയൻ. ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് W ആണ്. സോ ഇവിടെയുള്ള നമ്മൾ കൺസിഡറേഷൻ, മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് NA ഗ്രേറ്റർ ദാൻ ND ആണ്. ദാറ്റ് ഈസ് NA മീൻസ് എന്താണ്? അക്സെപ്റ്റർ കോൺസെൻട്രേഷൻ ആണ്, ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡോണർ അല്ലെങ്കിൽ നമ്മളെ ഡോണർ ആറ്റത്തിന്റെ കാരിയർ കോൺസെൻട്രേഷനേക്കാളും അക്സെപ്റ്റർ ആറ്റത്തിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെന്നാണ് ഈ ഒരു ഫിഗർ വെച്ചിട്ടുള്ള കണ്ടീഷൻ പറയുന്നുള്ളത്. ദാറ്റ് ഈസ് on P side the carrier concentration is more compared to the N side. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് we can go to the next figure. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള ഡെറിവേഷൻസിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. P സൈഡിലാണെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ ഡിഫ്യൂഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്ലീഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് 0 ആൻഡ് അറ്റ് N സൈഡ് അവിടെയും എന്താണ് അതിന്റെ XN വാല്യൂ XN is equal to 0 ആവുന്ന കണ്ടീഷനിലാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നുള്ളത്. ദെൻ വി ക്യാൻ കൺസിഡർ ദ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ കൺസിഡറേഷൻ XP equal to 0 ആവുന്ന വാല്യൂ ആണ്. ആ വാല്യൂ ആണ് ഇവിടെ 0 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഹിയർ അറ്റ് ദിസ് പോയിന്റ് XP equal to 0 ആൻഡ് അറ്റ് ദിസ് പോയിന്റ് XN is equal to 0. XN ആൻഡ് XP എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഡിപ്ലീഷൻ റീജിയൻ ടുവേർഡ്സ് P സൈഡ് ആൻഡ് ടുവേർഡ്സ് N സൈഡ് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ മെഷർ ആണ്. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ഫിഗർ. ദാറ്റ് ഈസ് ഇതൊരു മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കർവ് മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഒരു P സൈഡിലേക്ക് P ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾസും മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നുള്ളത് ഇലക്ട്രോൺസും ആണ്. അതേപോലെ N ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ മെജോറിറ്റി കാരിയർ is ഇലക്ട്രോൺ ആൻഡ് ദ മൈനോറിറ്റി കാരിയർ is holes ആണ്. So here we are discussing about, in this side we are mainly focusing on the electron concentration and at this side we are concentrating on the hole distribution. നമ്മൾ അപ്രോക്സിമേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഡയോഡ് അപ്രോക്സിമേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രം ദ അപ്രോക്സിമേഷൻ വി ക്യാൻ സേ ദാറ്റ് ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഫ്രം ദ അപ്രോക്സിമേഷൻ 4 ഇവിടെയുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത് ഓമിക് കോണ്ടാക്ട് ആണ്. ആൻഡ് ദ മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൺസ്റ്റന്റ് അറ്റ് ദ ഇക്വിലിബ്രിയം വാല്യൂലായിരിക്കണം ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ NP0 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്താണ്? NP0 മീൻസ് N means electron ആണ്, P0 means P type semiconductor. Electrons at P type semiconductor ആണ് NP0 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ PN0 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഹോൾസ് അറ്റ് N type semiconductor, that is minority carrier of the N type semiconductor എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. And similarly what is this del NP and here you can say del PN. നമ്മൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് when we create the junction the main current is flowing due to the diffusion കൊണ്ടാണ് അവിടെ കാരിയേഴ്സ് എക്സസ് കാരിയർ ഉണ്ടാവുന്നത്, എക്സസ് കാരിയർ ജനറേഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ട് ഒക്കെ ഉണ്ടാവുന്നുള്ളത്.
And we already discussed in the approximations, diode approximations, that here the injection of excess carrier is low compared to the normal majority carrier concentration. Here what is actually the excess carrier means? ഇവിടെ ഒരു excess carrier എന്ന് പറയുന്നുള്ളത് ഡിഫ്യൂഷൻ വഴി ഒരു സൈഡിൽ നിന്ന് പി സൈഡിൽ നിന്ന് എൻ സൈഡിലേക്ക് അല്ലെങ്കിൽ എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് മൂവ് ചെയ്ത് അവിടെ എക്സസ് ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോളിനെയാണ് എക്സസ് കാരിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, when we create this junction, some electrons from n type will move towards the p type. Similarly, ഇതുപോലെ ഒരു ഇത്രയും ഏരിയയിൽ മൊത്തമായിട്ട് എന്താവും, ഇവിടുന്ന് എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് വിൽ മൂവ് ടു പി സൈഡ് ആൻഡ് ദാറ്റ് ഇലക്ട്രോൺസ് വിൽ ഓക്കുപ്പൈ അറ്റ് ദിസ് ജംഗ്ഷൻ. അപ്പൊ ഇലക്ട്രോൺസ് ഒക്കെ എപ്പോഴും ഓക്കുപ്പൈ ചെയ്യുക ഈ ഒരു ഡിപ്ലീഷൻ ലെയറിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ജംഗ്ഷനോട് ചേർന്നിട്ടായിരിക്കും എപ്പോഴും ഇലക്ട്രോൺസിനെ ഓക്കുപ്പൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ബിക്കോസ് ഇലക്ട്രോൺസ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് വരിക. അപ്പൊ എപ്പോഴും ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യുക. ഇലക്ട്രോൺസ് ഫ്രം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വിൽ ഡിഫ്യൂസ് ടു ദി p side semiconductor and it will occupy at the junction. Similarly, എന്താണ് p type semiconductoril നിന്നുള്ള ഹോൾസ്, അവിടെയുള്ള മെജോറിറ്റി കാരിയർ ആയിട്ടുള്ള ഹോൾസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലേക്കും ഡിഫ്യൂസ് ചെയ്യും. And the same condition here, the electrons will occupy, holes will occupy at the junction of n type semiconductor. ഇതുപോലെ ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള പാർട്ടിലായിരിക്കും അത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ ഡെൽറ്റ പി എൻ എക്സസ് കാരിയറിനെ നമ്മൾ എപ്പോഴും ഡെൽ പി അല്ലെങ്കിൽ ഡെൽ എൻ എന്നൊക്കെ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഹിയർ ഡെൽ പി എൻ മീൻസ് ദ ഡിഫ്യൂഷൻ എക്സസ് കാരിയർ at n type semiconductor. The excess carrier is here holes ആണ് and hole concentration at n side ആണ് del p എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. and del np എന്ന് പറയുന്നത് excess carrier electron at p type semiconductor. del np എന്ന് പറയുന്നത് del n എന്ന് പറഞ്ഞാൽ എന്താണ്, excess carrier electron ആണ്, excess electron carrier concentration ആണ്. del np എന്ന് പറയുന്നത് എക്സസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ അറ്റ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഡിഫ്യൂസ് ചെയ്യുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് എക്സസ് കാരിയർ എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് വിൽ കം ഫ്രം ദി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ മൂവ് ചെയ്തിട്ട് പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് എത്തും. ഇപ്പൊ ഇവിടെ ഒരു ഡയഗ്രത്തിൽ നമ്മൾക്ക് കുറച്ചൊരു അപ്വേർഡ് ഷിഫ്റ്റഡ് ആണ് ഈ ഒരു സൈഡിലുള്ള ഗ്രാഫ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ലെവൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ആ ഒരു ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു വേരിയേഷൻ കാണാം. അതായത് എൻ ടൈപ്പിലുള്ള ഗ്രാഫ് കുറച്ചുകൂടി അപ്വേർഡ് ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് കമ്പയർഡ് ടു പി ടൈപ്പ് സെമി കണ്ടക്ടർ. ബിക്കോസ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടീഷൻ എന്താണ്, ഈ ഒരു കോൺസെൻട്രേഷൻസിന്റെ കണ്ടീഷൻ NA ഗ്രേറ്റർ ദാൻ ND ആണ്. NA ഗ്രേറ്റർ ദാൻ ND ആണ് ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് concentration of carriers at p side is more and therefore the diffusion of excess carriers will be more towards n side. ഇവിടെയുള്ള diffusion carrier concentration is more because there is excess carrier is more compared to n type semiconductor. So holes in the carrier concentration കൂടുതലായതുകൊണ്ട് തന്നെ it will tend to move towards p side more. That is കൂടുതലായിട്ടുള്ള carriers diffusionൽ participate ചെയ്യാനുള്ള chances കൂടുതലാണ്. അതുകൊണ്ട് ഡിഫ്യൂസ് ചെയ്ത് എൻ ടൈപ്പിൽ എത്തുന്നുള്ള കാരിയറിന്റെ കൗണ്ട് കൂടുതലായതുകൊണ്ട് അവിടെ കുറച്ചുകൂടി ഷിഫ്റ്റഡ് ആയിട്ടാണ് മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ വരിക. ബിക്കോസ് ഡിഫ്യൂസ് ചെയ്തിട്ട് കൂടുതൽ കാരിയർ വരുന്നത് കൊണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇൻ ദിസ് കേസ് ഹോൾസിന്റെ കൗണ്ട് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർഡ് ടു പി ടൈപ്പ് സെമി കണ്ടക്ടർ. അതുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വിൽ ഗോ ടു ദി ഇക്വേഷൻ പാർട്ട്. വാട്ട് ആക്ച്വലി ദി ഇക്വേഷൻസ് ആർ മെൻഷനിങ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡയോഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഫിഗർ എന്ന് പറയുന്നുള്ളത്.